ഇന്ന് നമ്മൾ ഹാംബർഗർ ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ ഹാംബർഗർ ഉണ്ടാക്കുന്നതിനായിട്ട് ബർഗർ ബണ്ണ് വേണം. ബർഗർ ബണ്ണാണിത്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ക്രൗണ് ഈ ഭാഗം വലുതായിട്ട് വരണം, ഇത് ചെറുതായിട്ട് വരണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാം. ദോശക്കല്ലിലോ എവിടെയെങ്കിലും വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. അല്ലെങ്കിൽ ഇത്തിരി ബട്ടർ തേച്ചിട്ട് ചൂടാക്കി എടുത്താലും നല്ലതാണ്. പക്ഷെ ഞാൻ ഇതിലിപ്പോ ചൂടാക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മയോണൈസ് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് വെജ് മയോണൈസ് ആണ്. ഇത് നന്നായിട്ട് ഒരു സ്പൂണ് ഞാനിപ്പോ മയോണൈസ് പുരട്ടി ഈ മയോണൈസ് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഞാൻ മയോണൈസ് പുരട്ടിയതിനു ശേഷം ഇതിന്റെ നടുഭാഗത്ത് മാത്രമായിട്ട് കെച്ചപ്പ്, അതായത് ടൊമാറ്റോ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, ഇത്രയും ടൊമാറ്റോ സോസ് മതി. ഇനി ഹാംബർഗറിന്റെ ഒരു മെയിൻ സാധനമാണ് ഇത്. നമ്മൾ ഉപ്പിലിട്ട വെള്ളിരിക്ക, അതായത് വെള്ളിരിക്കയിൽ വിനാഗിരിയും ഉപ്പും ഇട്ട് ഒരു 2 ദിവസം കഴിഞ്ഞ് വെള്ളിരിക്കയാണ്. ഇതിന് നന്നായിട്ട് കൂടുതലായിട്ട് വിനാഗിരി ഉപ്പും ചേർക്കണം കേട്ടോ, നല്ലൊരു പുളിപ്പ് വേണം. അപ്പൊ ഇത് ഈ പിക്കിൾഡ് കുക്കുംബർ 2 സൈഡിലും ഒന്ന് വെച്ചു. ഇനി നമുക്ക് ഇതിൽ വേണമെങ്കിൽ ലെറ്റ്യൂസ് ലീവ്സ് വെക്കാം. പക്ഷെ എന്റെ കയ്യിൽ ലെറ്റ്യൂസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിൽ ടൊമാറ്റോ മാത്രമാണ് വയ്ക്കുന്നത്. അപ്പൊ നമ്മൾ 2 ടൊമാറ്റോ വെച്ചു. അതുപോലെ തന്നെ സലാഡ് കുക്കുംബറിന്റെ 2 പീസ് വെച്ചു. പിന്നെ സവോളയുടെ 2 റിംഗ് ആണ്. പിന്നെ ഇതാണ് ഈ ബണ്ണിന്റെ ഹീൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് നമുക്ക് ചീസ് വെക്കാം. അപ്പൊ നമ്മൾ ചീസ് വെച്ചു. ഇനി ഈ ഹീലിലാണ് നമ്മൾ പാറ്റി വെക്കേണ്ടത്. അതായത് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ പാറ്റി വെക്കാം, അല്ലെങ്കിൽ ബീഫ് വെക്കാം. പക്ഷെ ഞാനൊരു വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ആളായതുകൊണ്ട് ഞാനൊന്നും വെക്കുന്നില്ല, വെറുതെ ചീസ് വെക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് ഇതാണ് നമ്മുടെ ഹാംബർഗർ റെഡിയായി കേട്ടോ. ഇതിനാണ് പറയുന്നത് ഹാംബർഗർ. ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, അടിപൊളി.